ഞാനന്ന് ചെറുപ്പമായാലും വളരെ കുസൃതിക്കാരനായിരുന്നു. അപ്പോൾ ഈ സ്വാമീസിൻ്റെ ഒരു മൂലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു നടുത്തളം പോലെയുണ്ട്. ഈ നടുത്തളത്തിനകത്ത് ഒരു മൂലയിൽ ഒരു ചെറിയ ബാത്റൂം, ആ ഒരു ബാത്റൂം കോമണാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ ബാത്റൂമിൽ വരാൻ പോകുമ്പം ജോസ് പ്രകാശേട്ടനും വരേട്ടനും കൂടി അവിടെ അങ്ങനെ നിൽക്കും. ഒരു വീഡിയോ അവർ ഓരോരുത്തർ വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ കോമൺ ബാത്റൂമിൻ്റെ അടുത്തോട്ട് ആരെങ്കിലും അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവർ നമ്മൾ കയറ്റില്ല. അവിടെ നിങ്ങൾ തടഞ്ഞു നിൽക്കും. അതാണ് എൻ്റെ ഇത്. അത് അവർക്കുള്ളതാണ്. എന്നാലും ഇത് ഒരു ദിവസം എങ്ങനെ എനിക്കിത് കേട്ടത് എനിക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു ദിവസം അങ്ങനെ ഒളിച്ചിരുന്നിട്ട് ഇവർ വീഡിയോ ഒക്കെ മേടിച്ച് ജോസ് പ്രകാശേട്ടനും ഭരതേട്ടനും പറവൂർ ഭരതേട്ടനും കൂടി തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വയറൊക്കെ തിരുമ്പി ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഞാൻ ഒളിഞ്ഞിരുന്നിട്ട് നേരെ ഓടിച്ചെന്ന് ബാത്റൂമിൽ കയറി അടച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടും ഞാൻ അനങ്ങാതായപ്പോൾ ഇവർ തട്ടാൻ തുടങ്ങി. കുറേ തട്ടലിൽ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പതിക്കനെ കുത്തിയിട്ടപ്പോൾ ജോസഫ് പ്രകാശേട്ടൻ ഓടി വന്ന് എൻ്റെ ചെവി കയറി പിടിച്ച്, നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ഉള്ളതല്ല അങ്ങനെയല്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ സാറേ, ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ മറഞ്ഞു നിൽക്കും, ഞങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും, അങ്ങനെ ഇങ്ങനെ. ഞാനിപ്പോൾ സ്വാമിയോട് പറഞ്ഞു നിന്നെ ഇതിനെ താമസിപ്പിക്കുകയല്ല എന്ന് പറയും പറവൂർ വേദേട്ടൻ. അതിന് ഞാൻ പിന്നെ അവസാനം പറഞ്ഞു, അങ്ങനെയല്ല സാറേ, അത് ചെയ്തു പോയതാണ്, ക്ഷമിക്കുക. പക്ഷേ അവരെല്ലാം വലിയ ആൾക്കാരല്ലേ, അവർ സ്നേഹമുള്ളവരുമാണ്. പക്ഷേ അവർക്കും അതൊരു വളരെ തമാശയായിട്ടാണ് തോന്നിയത്.